ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റീവാമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ISL കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നീട് സൂപ്പർ കപ്പും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നതാണ്. എന്താണെങ്കിലും അത് പെട്ടെന്ന് ചെയ്യാൻ തന്നെ നമ്മുടെ ടീം ഒരു അവസരം ഒരുക്കി തന്നു. കാരണം സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ തന്നെ പുറത്തായതുകൊണ്ട് തന്നെ. എന്താണെങ്കിലും അധികം വലിച്ചു നീട്ടാതെ വിഷയത്തിലേക്ക് വരാം. അതായത് ഓരോ പൊസിഷൻസിലും നമുക്ക് അഡീഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തേത് നമുക്ക് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നിലവിൽ ഉള്ളത് സച്ചിൻ സുരേഷ്, നോറ, കമൽജിത്ത്. ഇതിൽ കമൽജിത്ത് ഒരു ലോൺ പ്ലെയർ എന്ന നിലയിലാണ് വരുന്നത്. അപ്പം മിക്കവാറും ലോൺ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകാൻ തന്നെയാണ് സാധ്യത. പിന്നെ വരുന്നത് സച്ചിൻ സുരേഷും നോറയാണ്. അപ്പം ഇതിൽ സച്ചിൻ സുരേഷിൻ്റെ കാര്യം നമുക്കറിയാം, ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഫോർ മീ ഞാൻ പറയും, അദ്ദേഹം ഏതെങ്കിലും ഒരു മറ്റ് ക്ലബിലേക്ക് ഒരു ലോൺ മൂവ് നടത്തുക, അല്ലെങ്കിൽ സെയിലാക്കിയാലും അത്ര ഒരു ഇത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആൻഡ് നമുക്ക് ഒരു പ്ലെയറെ സെക്കൻഡ് ചോയ്സ് എന്ന നിലയിൽ അവിടെ വെക്കാം. അത് എനിക്ക് തോന്നുന്നു നോറ ആയിരിക്കും അതിന് നല്ലത്. സച്ചിന് വേറെ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ആർഷേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള TRPയുടെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ മോഹൻ ബഗാൻ്റെ ഒരു പ്ലെയർ നമ്മൾ സൈൻ ചെയ്തു, പ്രീ കോൺട്രാക്റ്റിലൊക്കെ എത്തി എന്നുള്ളതാണ് കേൾക്കുന്നത്. ഗോൾ കീപ്പറായിട്ടുള്ള താരമാണ്, യങ് പ്ലെയറാണ്. മോഹൻ ബഗാൻ്റെ തേർഡ് ചോയ്സൊക്കെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്ന പ്ലെയറാണ്. അപ്പം സെക്കൻഡ് ചോയ്സിൽ ഒരു കോമ്പറ്റീഷൻ വരട്ടെ, ഈവൻ നോറയായിട്ടോ അർഷേക്കോ ഒക്കെ ആയിട്ടോ. പക്ഷേ നമുക്ക് ഫസ്റ്റ് ചോയ്സിൽ എന്താണെങ്കിലും ഒരു ഗോൾ കീപ്പർ വേണം. അതിപ്പം പലരും ലാറ ശർമ്മ അല്ലെങ്കിൽ മറ്റു പല പ്ലെയറിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറെ തന്നെ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് വളരെ അത്യാവശ്യം തന്നെയാണത്. ആരെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയും TP രഹനേഷ്, അല്ലെങ്കിൽ ആൽബിനോ ഗോമസ്, അല്ലെങ്കിൽ അമരീന്ദർ സിംഗ്, ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലെയറെ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ തന്നെ ആവശ്യമാണ്. നമുക്ക് ഇനിയും ഗോൾ കീപ്പിംഗ് എറേഴ്സിൻ്റെ പേരിൽ നഷ്ടങ്ങൾ വരുത്താൻ പറ്റില്ല. ഒരു യുവതാരത്തെ പരീക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കുന്ന തരത്തിലേക്കൊന്നും ഇനി പറ്റില്ല. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മസ്റ്റായിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് വണ്ണിനെ തന്നെ ആവശ്യമാണ്. ഇനി നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഫോറിൻ പ്ലെയർ എന്ന നിലയിലുള്ളത് മിലോസ് ട്രിഞ്ചിച്ച് ആണ്. അദ്ദേഹത്തെ തട്ടണം, വേറെ വകുപ്പൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ എന്തിന് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് കൊടുത്തു എന്നുള്ള സംശയം നമ്മൾ സംസാരിച്ചതാണ്. ഈ സീസണിൽ അത് ഉറപ്പിക്കുന്നു. ഒരു ഡിഫൻസീവ് അവയർനെസ് ഇല്ല, സ്പീഡില്ല. ചില കളികൾ കളിക്കും, പക്ഷേ മിക്ക കളികളിലും മോശം കളിയാണ് എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്ക് ഇനിയും എന്തിനാണ്, ഒരു വിദേശ സ്പോട്ട് എന്തിനാണ് വെറുതെ കളയുന്നത്? അപ്പോൾ അവിടെ നമുക്ക് ലെസ്കോവിച്ചിനെ പോലത്തെ ഒരു ട്രൂ ലീഡറായിട്ടുള്ള, ട്രൂ ഡിഫൻഡറായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് എന്താണ് ഡിഫൻസിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു അവയർനെസ് ഒക്കെ ഉള്ളൊരു പ്ലെയറെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രിഞ്ചിച്ചിനെ 100% തട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഡൂസൻ ലഗാത്തോറിൻ്റെ കാര്യം, അദ്ദേഹം ഒരു സെൻറ്റർ ബാക്ക് കം ഒരു DM ആയിട്ടുള്ള പ്ലെയറാണ്. അത് കോച്ചിൻ്റെ ഒരു ആവശ്യം പോലെ ഇരിക്കും. നമുക്ക് കോച്ചിന് ഒരു ഫോറിൻ DMനെ തന്നെയാണ് കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ ഡൂസാനെ വിട്ടുകളയുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഒരു ഓപ്ഷൻ എന്ന നിലയിൽ DMCB വെക്കുകയാണെങ്കിൽ ഫൈൻ. പക്ഷേ ഒരു പ്രോപ്പർ ഫസ്റ്റ് 11 ഒരു DM എന്ന നിലയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഇന്ത്യൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിലുള്ള ഹോമിപ്പാം. നമ്മൾ ഹോമിപ്പാമുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വാർത്തയൊക്കെ വന്നപ്പോൾ സംസാരിച്ചാണ്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു, ഹോമിപ്പാമിന് നമുക്കൊരു സീസൺ കൂടി അവസരം കൊടുക്കണം, അദ്ദേഹത്തെ നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ. അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഹോമിപ്പാമിൻ്റെ ആദ്യ സീസണിൽ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കളിച്ച പ്ലെയറാണ്. പക്ഷേ അത് കഴിഞ്ഞുള്ള 3 സീസൺ നോക്കൂ, എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ അല്ലാത്ത ഒരു പ്ലെയറാണ്. ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ബ്ലണ്ടർ മിസ്റ്റേക്കുകൾ വരുന്ന പ്ലെയറാണ്. അദ്ദേഹം എപ്പോഴും എന്തോ ലൂസായി പോകുന്ന തരത്തിലൊക്കെ ചില പെർഫോമൻസുകൾ ഗ്രൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. ബാക്കപ്പായിട്ട് വെക്കാനാണെങ്കിൽ അത്യാവശ്യം സാലറി ഒക്കെ വാങ്ങുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കിക്കൂടെ? എന്നിട്ട് ആ ഒരു എമൗണ്ട് വേറൊരു നല്ല പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് 11 കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ സൈൻ ചെയ്തുകൂടെ? അതല്ലേ കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഹോമിപ്പം പോയി കഴിഞ്ഞാൽ അവിടെ ആര് കളിക്കും? ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളൊരു ഗോൾ കീപ്പർ പോയി കഴിഞ്ഞാൽ അവിടെ ആര് കളിക്കും? നമ്മൾ അവിടെ വേറെ പ്ലെയർ വരുമല്ലോ എന്താണെങ്കിലും. അല്ലാണ്ട് ഗോൾ കീപ്പർ ഇല്ലാത്ത പോസ്റ്റ് ഒഴിച്ചിട്ടൊന്നും കളിക്കില്ലല്ലോ. അപ്പോൾ ഹോമിപ്പം പോയാൽ നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ളത് വേണം. പക്ഷേ ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ട ഒരു പൊസിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളിപ്പം ഗോൾ കീപ്പറിൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് അത്യാവശ്യമായിട്ടൊരു പ്ലെയറാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു കാര്യം. പിന്നെ ബികാഷ് യുംനാമാണ് മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിലുള്ളത്. അപ്പോൾ ബികാഷ് അത്യാവശ്യം സോഫാർ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നൽകുന്നത്. യങ് ആണ്, 2029 കോൺട്രാക്റ്റ് ഉണ്ട്.
അദ്ദേഹത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നമുക്ക് വിങ് ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗ് ആൻഡ് ഐബാൻ ദോവലിംഗ് എന്നിവരാണുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ രണ്ടുപേരും പറ്റില്ല. നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ ഒരു പ്ലെയറെ അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. സന്ദീപിൻ്റെ കാര്യം ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തെ തൂക്കണമെന്ന് പറയാൻ. എന്നാൽ ഐബാൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയർ അല്ല. പിന്നെ നമുക്ക് എന്തിന് അവിടെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയറെ തന്നെ അല്ലേ വേണ്ടതെന്ന് പറയുന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പിന്നെ ഐബാൻ മിക്കവാറും ഇഞ്ചുറിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു കളി കളിക്കും, സസ്പെൻഷൻ വാങ്ങിക്കും, പോകും, കൺസിസ്റ്റൻസി പ്രശ്നം, ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലെയറാണ്. അപ്പം അമേ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറുമായിട്ട് പ്രീ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ സീസൺ അമേക്ക് അത്ര നല്ല സീസണൊന്നും അല്ലായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം അഭിഷേക് മീത്തെ നല്ല ഓപ്ഷനാണ്. അഭിഷേക് മീത്തെ എന്നൊക്കെ പറഞ്ഞ് എവിടേക്കോ റൂമർ വെക്കുന്നുണ്ട്, അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള സ്ഥലത്തു നിന്നൊന്നും അല്ല. അഭിഷേകിന് കിട്ടിയുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഇപ്പം അഭിഷേക് അതുപോലെ അമേ ഉണ്ടെങ്കിൽ അമേ ആൻഡ് ലെഫ്റ്റിൽ നവോച്ച ഉണ്ടെങ്കിൽ ഇവർ 3 പേരും തന്നെ മതി. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു യങ് പ്ലെയറെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ നിർത്തി കഴിഞ്ഞാൽ മതി. കാരണം അഭിഷേക് 2 വിങ് ബാക്കിലും കളിക്കുന്ന പ്ലെയറാണ്, നവോച്ച 2 വിങ് ബാക്കിലും കളിക്കുന്ന പ്ലെയറാണ്, പിന്നെ അമയുണ്ട്. അത് അത്യാവശ്യം നമുക്ക് വിങ് ബാക്ക് പൊസിഷൻ സെറ്റാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫോറിൻ DM-നെയാണ് കോച്ച് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ക്വാളിറ്റി പ്ലെയറെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ ഇരുന്നാൽ പോലും നമുക്ക് ഒരു ഓപ്ഷൻ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ ടീമിനെ സൈൻ ചെയ്യുക എന്നുള്ളത് വേണം. ഇനി നമ്മൾ ഇന്ത്യൻ DM-നെയാണ് അവിടെ റിലേ ചെയ്യുന്നതെങ്കിൽ പോലും ഫ്രെഡി പറ്റില്ല. നമുക്കൊരു നല്ല ഫസ്റ്റ് ചോയ്സ് കളിക്കാൻ പറ്റും. ഇപ്പോൾ നിഖിൽ പ്രഭുവിനെ പോലത്തെ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള DM-നെ എത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അനിവാര്യത തന്നെയാണ്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വിപിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ഉള്ളത് അസറും അതുപോലെ ഡാനിഷുമാണ്. സോ ഡാനിഷിനെ നിലനിർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും എതിരഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഫോർ മീ ഡാനിഷ് ഒരു സ്ക്വാഡ് പ്ലെയർ എന്ന നിലയിൽ ടീമിന് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. അത് പല കോച്ചസിനും ഫേവറേറ്റ് ആണ്. പല കോച്ചസ് മാറി വന്നാലും ഡാനിഷിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് ഒരു പല ഫിസിക്കൽ ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ചേഞ്ചിന് ഇങ്ങനെയുള്ള പല യൂസിന് ഒരു ടാക്ടിക്കലായിട്ടുള്ള ചേഞ്ച് വരുത്താനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനൊരു ഫസ്റ്റ് 11 പ്ലെയർ എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സ്ക്വാഡ് പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ലൂണ അല്ലെങ്കിൽ നോവ, ഈ പ്ലേയേഴ്സിൽ ഒരാളെ നിലനിർത്തുന്നതായിരിക്കും നമ്മുടെ ഒരു ക്ലബിന് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് മിക്കവാറും നോവ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. നോവയിൽ കോച്ച് ഇമ്പ്രസ്ഡ് ആണ് എന്നൊക്കെയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് വരുന്നു. എഡ്മണ്ട് ഒരു സെൻട്രൽ ഫോർവേഡിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു SS അല്ലെങ്കിൽ ഒരു AM അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് റോളിലൊക്കെയാണ് കൂടുതൽ ഇൻ്റർകാഷിയിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നോവ ലെഫ്റ്റ് വിങ് കളിക്കുന്ന AM റോളിൽ എഡ്മണ്ടിനെ കളിപ്പിക്കാനുള്ള സാഹചര്യം വരും. പിന്നെ സെൻട്രൽ ഫോർവേഡിൽ എന്താണെങ്കിലും ഒരു വിദേശ താരത്തെ കളിപ്പിക്കാൻ പറ്റും. അപ്പം അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഈവൻ ഇപ്പം ലൂണയാണ് നമ്മൾ നിലനിർത്തുന്നതെങ്കിൽ പോലും നമുക്ക് എഡ്മണ്ടിനെ യൂസ് ചെയ്യാൻ പറ്റും ലെഫ്റ്റിലോ അങ്ങനെ വേറെ പൊസിഷൻസിലോ. പിന്നെ നമുക്ക് റൈറ്റ് വിങ്ങിൽ ഒരു നല്ല ഒരു ബാക്കപ്പ് ഓപ്ഷനും വേണമെന്നുള്ളതാണ്. ഇപ്പോൾ കോറൂസിങ് കളിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ അമ്മാവി അവിടെ ആപ്റ്റ് ആണോ എന്ന് കോച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവിടെ നമുക്ക് റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇപ്പം ഹെസൂസിനെതിരെ ആരാധകരൊക്കെ തിരിഞ്ഞ പോലെയൊക്കെയാണ് കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ 2 മാച്ച് കൊണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ സീസണിലൊരു ബ്രില്യൻ പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം ഓൾറെഡി 1 വർഷം കൂടി കോൺട്രാക്റ്റ് അദ്ദേഹത്തിനുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തൂക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പ്രത്യേകിച്ച് ISL നല്ല പെർഫോമൻസ് നടത്തിയ പ്ലെയറാണ്. പെപ്രയ്ക്ക് എന്താണെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യമാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ളൊരു പ്ലെയർ വന്നാൽ നന്നായിരിക്കും. അതിപ്പം സെജിയോ കാസ്റ്റലോ ആയിട്ട് ഏതാണ്ട് പ്രീ കോൺട്രാക്റ്റിലായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ പോലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇഷാനെ നിലനിർത്തണമെന്നുള്ളൊരു ചോദ്യമാണുള്ളത്. ഇപ്പം ഇഷാൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെജിയോ കാസ്റ്റലോ വരുന്നു, ഓൾറെഡി യെസൂസ് ഉണ്ട്, പിന്നെ നമുക്ക് നോവയെ അവിടെ കളിപ്പിക്കാൻ പറ്റുന്നതാണ്. എഡ്മണ്ട് ഓൾസോ ആ ഒരു സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പം നമുക്ക് ആ ഒരു എമൗണ്ടൊക്കെ വേറെ ഒരു തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോലും മോഹൻ ബഗാൻ്റെ ലെവലിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ പൊസിഷൻസിലും 2 വീതം സ്ട്രോങ് ആയിട്ടുള്ള ബാക്കപ്പൊക്കെ അടക്കമൊന്നും ഞാൻ സംസാരിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഗോവ BFC ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു രീതിയിലെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ ട്രോഫി എന്ന് പറയുന്ന കാര്യമൊന്നും ചിന്തിക്കേണ്ട. അതുപോലെ 6 വിദേശ ക്വാളിറ്റി പ്ലേയേഴ്സും വേണം, ഒരേ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് വേണം. അല്ലാണ്ട് 2 or 3 വരെ നല്ല ക്വാളിറ്റി ഉള്ളതും ബാക്കിയെല്ലാം ആവറേജ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം മിലോസൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ കണ്ടില്ലേ, അത് പറ്റില്ല. നമുക്ക് 6 വിദേശ താരങ്ങൾ ഒരേ ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള താരങ്ങൾ തന്നെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റീവാമ്പിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻസ്. നമുക്ക് നോക്കാം വരുന്ന മാസങ്ങളിൽ ട്രാൻസ്ഫർ ജാലകത്തിലുമൊക്കെ എങ്ങനെ പണിയെടുക്കുന്നു എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സനിയ.